വടകരയെ ആവേശം കൊള്ളിച്ച LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറുടെ റോഡ് ഷോ കൊയിലാണ്ടിയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് തലശ്ശേരിയിലാണ് റോഡ് ഷോ സമാപനവും കൊട്ടിക്കലാശവും. മേഘ മാധവനുണ്ട് ടീച്ചർക്കൊപ്പം. മേഘ, വലിയ ആവേശത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് കെ ശൈലജ ടീച്ചറുടെ ആത്മവിശ്വാസവും ഒപ്പം കൊട്ടിക്കലാശത്തിന്റെയും ഒക്കെ സമഗ്ര വിശദാംശങ്ങൾ? 40 ദിവസം നീണ്ട ആവേശോജ്വലമായ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജയുടെ റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊയിലാണ്ടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ തലശ്ശേരിയിലാണ് സമാപിക്കുന്നത്. ആവേശോജ്വലകരമായ സ്വീകരണമാണ് ടീച്ചർക്ക് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരൊക്കെ തന്നെയും ആവേശത്തിലാണ്. ഏറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത തിരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ മതേതരത്വം തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് വോട്ടർമാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ ഒപ്പം കേരളവും നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ശൈലജ ടീച്ചർ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയുമുണ്ട്. ടീച്ചർ തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ടീച്ചർ, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ മതനിരപേക്ഷത നിലനിർത്തേണ്ട തെരഞ്ഞെടുപ്പ് എന്നതാണ്. എങ്ങനെയാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുന്നു? അതെ, നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസംഖ്യയുടെ കാര്യത്തിൽ ഏകദേശം ചൈനയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ സാമൂഹ്യാവസ്ഥ തകരുക എന്ന് വെച്ചാൽ ഒടുങ്ങാത്ത കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യം ഉറപ്പുവരുത്താനും ശക്തമായ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഇടതുപക്ഷം പോകണമെന്ന ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം UDFൻ്റെ 18 MP-മാർ കഴിഞ്ഞ തവണ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളി വരുമ്പോൾ അവർ നിശബ്ദത പാലിക്കുകയായിരുന്നു, നിസ്സംഗത പാലിക്കുകയായിരുന്നു. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. നെഹ്റുവിൻ്റെ കോൺഗ്രസും ഗാന്ധിജിയുടെ കോൺഗ്രസും എല്ലാം തകർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് യാതൊരു തത്വദീക്ഷയുമില്ല. പെട്ടെന്ന് അഭിപ്രായം പറയേണ്ടുന്ന രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അവർ രാത്രി പറയാമെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പിന്നീട് ആലോചിച്ച് പറയാമെന്ന് പറയുകയാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. കോൺഗ്രസിലുള്ള വിശ്വാസം തകർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷം കാണിക്കുന്ന ഒരു മാതൃകയുണ്ട്. ഇവിടെ വളരെ സഹിഷ്ണുതയോടെ നാനാജാതി മതസ്ഥർ ജീവിക്കുന്നു. ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇവിടെ യാതൊരു തർക്കേടുമില്ല. അത് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ മാതൃക ഉയർത്തിക്കാട്ടാൻ, അതുപോലെ ഇന്ത്യയിലാകെ മതേതരത്വം തകർക്കപ്പെടാതെ സംരക്ഷിക്കാൻ അവിടെ ശബ്ദമുയരണമെങ്കിൽ കേരളത്തിൽ നിന്ന് അയക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് എന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ നല്ല ഭീതിയിലാണ് മതേതരത്വം തകരുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഞങ്ങൾ ജയിച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ നാടിൻ്റെ ശബ്ദം, കേരളത്തിൻ്റെ അഭിപ്രായം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയരും. വടകരയിൽ ഞാൻ ജയിച്ചാലും ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി ശക്തമായി ഇവിടെ എനിക്ക് വോട്ട് ചെയ്ത ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രതിനിധിയായിട്ട് അവിടെ സംസാരിക്കാൻ ഞാൻ ഉണ്ടാവും എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. വലിയ പിന്തുണ ലഭ്യമാകുന്നുണ്ട്. ടീച്ചറെ, നമ്മൾ ഈ വടകരയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി ടീച്ചർ വന്നതിന് പിന്നാലെ തന്നെ നമ്മൾ വലിയ തരത്തിലുള്ള UDF സൈബർ വിമ്മിൻ്റെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. അതിന് പിന്നാലെ ടീച്ചർ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും പതറാതെ, ഒരു തരിമ്പ് പോലും പിന്നോട്ടടിക്കാതെ വളരെ ശക്തമായി തന്നെ ടീച്ചർ മുമ്പോട്ട് പോകുന്നു. അതെ, എന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി വളരെ മോശമായ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും വ്യാജ പേജുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് മറ്റുള്ളവരുടെ അഭിപ്രായമായിട്ട് എന്നെ മോശമാക്കി കാണിക്കുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മാതൃഭൂമി ഓൺലൈൻ പേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ആത്മീയ ആചാര്യന്മാരുടെ ലെറ്റർ പാഡുകൾ വ്യാജമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ പറയുന്നതായിട്ട് കള്ളം തട്ടിവിട്ടു. ടീച്ചർ നടത്തിയ വാർത്താ സമ്മേളനം പോലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചാരണം, ഒരു ഗൂഢാലോചന തന്നെ ഇതിന്റെ പിന്നിൽ ഉണ്ടായി. ഉറപ്പായിട്ട് ഞാൻ അന്നേ പറയുന്നുണ്ടല്ലോ, ഒരു സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഇതെല്ലാം
നെഗ്ലക്റ്റ് ചെയ്യാം, അത് തള്ളിക്കളയാം എന്ന് കരുതിയതാണ്. പക്ഷേ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി. പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നിയമ നടപടി സ്വീകരിക്കാൻ പുറപ്പെട്ടത്. ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരുപാട് അമ്മമാരും സഹോദരിമാരും എല്ലാം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ലേശം പൊള്ളി. അപ്പോഴാണ് നെഞ്ചത്തടി നിലവിളിയൊക്കെ തുടങ്ങിയത്. അതുവരെ അത് നിഷേധിക്കുക പോലും ചെയ്തില്ല. എന്നിട്ട് ഇപ്പം അത് എന്നെ അങ്ങനെ പറഞ്ഞു. ഞാനാണോ പറഞ്ഞത്? എന്നോട് മാപ്പ് പറയാൻ എന്നെ ചെയ്തിട്ട് ഞാനാണോ മാപ്പ് പറയേണ്ടത്? എന്നെ കരുതേച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ട് മാപ്പ് പറയേണ്ടത് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചവരല്ലേ? അത് തള്ളിപ്പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെ. അപ്പോൾ ജനത്തിന് ഇതെല്ലാം മനസ്സിലാവും. ഇപ്പോഴുള്ള നാടകവും ജനത്തിന് മനസ്സിലാവും. അവരുടെ കൂട്ടത്തിലുള്ള ചില ആളുകളെ കൊണ്ട് എപ്പോഴും ഇടതുപക്ഷത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ചില മുൻ ന്യായാധിപന്മാരൊക്കെ ഉണ്ട്. വളരെ മോശമായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ ഓൺലൈനിലുണ്ടാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതെല്ലാം നിയമപരമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത്തരം എല്ലാ നടപടിക്കെതിരെയും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ആരായാലും. ഏതായാലും അത്തരം സൈബർ ആക്രമണങ്ങൾ കൊണ്ടൊന്നും പുറകോട്ട് പോകില്ല. ശക്തമായി തന്നെ പ്രചാരണം നടത്തി അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വളരെ നന്ദി ടീച്ചർ ഈ സമയം പ്രതികരിച്ചതിന്. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വടകരയെ സംബന്ധിച്ച് വടകര LDF സ്ഥാനാർത്ഥിയായി KK ശൈലജ ടീച്ചർ പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അതിക്രൂരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. അതിന് പിന്നാലെയും ടീച്ചറെ പിന്തുടരുകയായിരുന്നു UDFന്റെ സൈബർ വിംഗ്. ഏതായാലും അതിലൊന്നും അടിപതരാതെ ശക്തമായി തന്നെ പ്രചാരണം തുടരുന്നു. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുന്നു. 5:30 തലശ്ശേരിയിലാണ് കൊട്ടിക്കലാശത്തിന്റെ സമാപനം. ക്യാമറാമാൻ നിബിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.